1996 ജനുവരി 27 വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള ക്ലാർമണ്ട് സിറ്റി. പുലർച്ചെ 2 മണിയാണ് സമയം. ക്ലാർമണ്ടിലെ ഒരു നൈറ്റ് ക്ലബിൽ നിന്നും പാർട്ടി കഴിഞ്ഞ് കുറച്ച് പെൺകുട്ടികൾ പുറത്തു വന്നു. റോഡ് സൈഡിൽ നിന്നും സംസാരിച്ചു കൊണ്ടിരുന്ന അവർ കുറച്ചു നേരത്തിനകം അവരവരുടെ വാഹനങ്ങളിൽ കയറിപ്പോയി. എന്നാൽ 18 വയസ്സുള്ള സാറ സ്പിയേഴ്സ് എന്ന പെൺകുട്ടി മാത്രം ആ ക്ലബിന് വെളിയിൽ നിന്നു. കാരണം സാറ വീട്ടിലേക്ക് ടാക്സി വിളിച്ചു പോവാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതിൻ പ്രകാരം 2:06 ഒരു പബ്ലിക് ബൂത്തിൽ നിന്നും സ്വാൻ ടാക്സീസ് എന്നറിയപ്പെടുന്ന ടാക്സി കമ്പനിയിലേക്ക് വിളിച്ച് അവൾ ഒരു ടാക്സി ബുക്ക് ചെയ്തു. നൈറ്റ് ക്ലബിന് അടുത്തുകൂടി പോകുന്ന സ്റ്റിർലിംഗ് ഹൈവേയിൽ റോഡ് സൈഡിലായി താൻ നിൽക്കുന്നുണ്ടാവുമെന്നാണ് സാറ ടാക്സി ഡ്രൈവറിനോട് പറഞ്ഞത്. 3 മിനിറ്റിനുള്ളിൽ, കൃത്യമായി പറഞ്ഞാൽ 2:09 AM തന്നെ സാറ പറഞ്ഞ സ്ഥലത്ത് ടാക്സി എത്തി. പക്ഷേ അവിടെ ആരും തന്നെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ആ നൈറ്റ് ക്ലബിൽ നിന്നും ടാക്സി കമ്പനികൾക്ക് വരുന്ന കോളുകൾ ഭൂരിഭാഗവും ഇങ്ങനെയാണ്: ടാക്സി എത്തുമ്പോഴേക്കും കസ്റ്റമർ വല്ല ലിഫ്റ്റും കിട്ടി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സാറയ്ക്ക് വേണ്ടി കൂടുതൽ നേരമൊന്നും കാത്തു നിൽക്കാതെ ആ ടാക്സി തിരിച്ചുപോയി. ഓസ്ട്രേലിയയിലെ പെർത്തിൽ മോസ്മാൻ പാർക്കിനടുത്ത് താമസിക്കുന്ന മൂത്ത സഹോദരിയുടെ വീട്ടിലായിരുന്നു സാറ താമസിച്ചിരുന്നത്. അടുത്ത ദിവസം രാവിലെയായിട്ടും സാറ വീട്ടിലെത്താതായതോടെ സഹോദരി അവളുടെ ഫ്രണ്ട്സിനെ ഓരോരുത്തരെയായി വിളിച്ചു നോക്കി. നൈറ്റ് ക്ലബിൽ നിന്നും പാർട്ടി കഴിഞ്ഞിറങ്ങാൻ നേരം വൈകിയതിനാൽ സാറ ഫ്രണ്ട്സിന്റെ വീടുകളിൽ എവിടെയെങ്കിലും കിടന്നിട്ടുണ്ടാവുമെന്നാണ് സഹോദരി ആദ്യം കരുതിയത്. എന്നാൽ സാറ പുലർച്ചെ 2 മണിക്ക് തന്നെ ക്ലബിൽ നിന്നും വീട്ടിലേക്ക് ടാക്സി പിടിച്ചു വന്നിരുന്നല്ലോ എന്നാണ് എല്ലാ ഫ്രണ്ട്സും അവളുടെ സഹോദരിയോട് പറഞ്ഞത്. ഇതോടെ അപകടം മണത്ത സഹോദരി പാരന്റ്സിനെ വിവരമറിയിച്ചു. എല്ലാവരും ചേർന്ന് സാറയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി. എന്നാൽ അവൾ എവിടേക്കാണ് പോയത് എന്നുള്ള ഒരു വിവരവും ലഭിച്ചില്ല. ഇതോടെയാണ് സാറയുടെ പാരന്റ്സ് തങ്ങളുടെ മകൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തത്. സാറയുടേത് വെറുമൊരു മിസ്സിംഗ് കേസ് ആയിരിക്കുമെന്ന് ചിന്തിച്ച പോലീസുകാർക്ക് ഇതൊരു സീരിയൽ കില്ലിംഗിന്റെ തുടക്കമായിരിക്കുമെന്ന് അപ്പോഴറിയില്ലായിരുന്നു. സാറ സ്പിയേഴ്സ് എന്ന ആ 18 വയസ്സുകാരിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരായിരുന്നു? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. സാറയുടെ പാരന്റ്സ് പരാതി കൊടുത്തയുടനെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അവൾ കടത്തപ്പെടുന്നതിന് തൊട്ടു മുൻപായി പാർട്ടിയിൽ പങ്കെടുത്ത നൈറ്റ് ക്ലബിൽ നിന്നുമാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സാറയുടെ കൂടെ അന്ന് പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാ ഫ്രണ്ട്സിനെയും പോലീസ് ചോദ്യം ചെയ്തു. അവരെല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷമാണ് സാറ കടത്തപ്പെട്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ സാറയുടെ ഡിസപ്പിയറൻസിനെ കുറിച്ച് അവർക്ക് ഒരു അറിവുമുണ്ടായിരുന്നില്ല. അന്ന് ക്ലബിൽ വെച്ച് മോശം അനുഭവങ്ങൾ വല്ലതും ഉണ്ടാവുകയോ സംശയിക്കപ്പെടുന്ന രീതിയിൽ ആരെങ്കിലും സാറയെ സമീപിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. സാറ ടാക്സി ബുക്ക് ചെയ്ത് പൊയ്ക്കോളാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് തങ്ങളാരും അവളെ ഡ്രോപ്പ് ചെയ്യാതിരുന്നത് എന്നും ഫ്രണ്ട്സ് മൊഴി കൊടുത്തു. സാറ ബുക്ക് ചെയ്ത ടാക്സി കമ്പനി ഏതാണെന്ന് പോലീസ് കണ്ടെത്തുകയും അന്ന് അവളെ പിക്ക് ചെയ്യാനെത്തിയ ടാക്സി ഡ്രൈവറിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതോടെയാണ് 2:06 AM സാറ ടാക്സി ബുക്ക് ചെയ്തത് എന്നും 2:09 AM ടാക്സി ഡ്രൈവർ സ്പോട്ടിലെത്തുമ്പോഴേക്കും അവൾ പോയി കഴിഞ്ഞിരുന്നു എന്നും പോലീസുകാർക്ക് വിവരം ലഭിച്ചത്. ടാക്സി ഡ്രൈവർ പറയുന്നത് സത്യമാണെങ്കിൽ ആ 3 മിനിറ്റിനുള്ളിലാണ് അവൾ കടത്തപ്പെട്ടിരിക്കുന്നത്. ആ 3 മിനിറ്റിനിടയിൽ സാറ ഒരു കാറിൽ കയറി പോകുന്നത് കണ്ട ചില ഐ വിറ്റ്നസിന്റെ മൊഴിയും പോലീസുകാർക്ക് ലഭിച്ചു. രാത്രി നഗരത്തിലൂടെ സൈക്കിളിൽ റൗണ്ട് അടിച്ചുകൊണ്ടിരുന്ന 3 ടീനേജ് ബോയ്സ് ആണ് ആ കാഴ്ച കണ്ടത്. കാറിന്റെ നിറമേതാണെന്നോ മോഡൽ ഏതാണെന്നോ അവർ ഓർക്കുന്നില്ല. പക്ഷേ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെയാണ് അവൾ ആ കാറിനകത്ത് കയറിയത് എന്നായിരുന്നു ആ ആൺകുട്ടികളുടെ മൊഴി. ഇതോടെ സാറ സ്വന്തം ഇഷ്ടപ്രകാരം ആരുടെയെങ്കിലും കൂടെ പോയതാണോ എന്നുള്ള രീതിയിലും പോലീസ് ചിന്തിച്ചു. പക്ഷേ വീട്ടിൽ പറയാതെ ആരുടെയെങ്കിലും കൂടെ പോവേണ്ട രീതിയിലുള്ള ഒരു പ്രശ്നവും അവൾക്ക് ഫാമിലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ ആ സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. കേസന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. സാറയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് 4 മാസങ്ങൾക്ക് ശേഷം മറ്റൊരു സംഭവം നടന്നത്. 1996 ജൂൺ 9 അന്ന് വൈകുന്നേരം സുഹൃത്തുക്കളോടൊപ്പം കറങ്ങാനിറങ്ങിയ ജെയിൻ റിമർ എന്ന 23 വയസ്സുള്ള പെൺകുട്ടി മിസ്സിംഗ് ആയി എന്നുള്ള പരാതി പോലീസുകാർക്ക് ലഭിച്ചു. പോലീസ് ജെയിനിന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തപ്പോൾ അന്ന് പോയ സ്ഥലങ്ങളെക്കുറിച്ചും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം അവർ വെളിപ്പെടുത്തി. ആദ്യം ക്ലാർമൗണ്ടിലുള്ള ഓഷ്യൻ ബീച്ച് ഹോട്ടലിലേക്ക് പോയ ജെയിനും സുഹൃത്തുക്കളും പിന്നീട് കോണ്ടിനെന്റൽ ഹോട്ടലിലേക്കും അതിനുശേഷം ക്ലബ് ബേ വ്യൂയിലേക്കും പോയിരുന്നു. ക്ലബ് ബേ വ്യൂയിൽ നിന്നും നൈറ്റ് പാർട്ടി കഴിഞ്ഞിറങ്ങിയതിനു ശേഷം ജെയിനിന്റെ സുഹൃത്തുക്കൾ ഒരു ടാക്സി ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് പോയി. എന്നാൽ ജെയിനിന്റെ വീട് മാത്രം വേറെ റൂട്ടിലായതിനാൽ അവൾ സുഹൃത്തുക്കളെ യാത്രയാക്കിയതിനു ശേഷം അവൾ ബുക്ക് ചെയ്ത ടാക്സിക്ക് വേണ്ടി കാത്തുനിന്നു. അതാണ് ജെയിൻ റിമറിന്റെ സുഹൃത്തുക്കൾ അവളെ അവസാനമായി കണ്ട നിമിഷം. അതിനുശേഷമാണ് ജെയിൻ റിമറിനെ കാണാതായത്.
ജെയിനും സുഹൃത്തുക്കളും നൈറ്റ് പാർട്ടിയിൽ പങ്കെടുത്ത ക്ലബ് ബേവ്യൂ എന്ന അതേ നൈറ്റ് ക്ലബിൽ നിന്നുമാണ് 4 മാസങ്ങൾക്ക് മുൻപ് സാറ സ്പിയേഴ്സ് എന്ന 18 വയസ്സുകാരിയെയും കാണാതായത്. രണ്ടുപേരും ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുമ്പോൾ ടാക്സിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഇരുവരും ബുക്ക് ചെയ്ത ടാക്സികൾ സ്പോട്ടിലെത്തുമ്പോഴേക്കും അവർ കടത്തപ്പെട്ടിരുന്നു. 2 മിസ്സിംഗ് കേസുകളുടെയും സാമ്യത പോലീസ് ഗൗരവത്തിലെടുത്തു തന്നെയാണ് കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ജെയിനിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നതിനായി പോലീസ് നഗരം മുഴുവൻ വാഹന പരിശോധന നടത്തി. കാര്യമായ ഒരു ഗുണവും ഉണ്ടായില്ല. CCTVകൾ സജീവമല്ലാത്ത കാലമായിരുന്നു അതെങ്കിലും അന്നു തന്നെ ചില ആഡംബര ഹോട്ടലുകളിലെല്ലാം സെക്യൂരിറ്റി ക്യാമറകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ജെയിനും സുഹൃത്തുക്കളും പോയ കോണ്ടിനെന്റൽ ഹോട്ടലിൽ സെക്യൂരിറ്റി ക്യാമറയുണ്ട്. അതിൽ രാത്രി 12:04 ജെയിൻ റിമ്മർ നടന്നു പോകുന്ന ഒരു ഫുട്ടേജ് പതിഞ്ഞിട്ടുണ്ട്. ഈ കോണ്ടിനെന്റൽ ഹോട്ടലും നൈറ്റ് ക്ലബും അടുത്തടുത്ത് തന്നെയാണ്. എന്നാൽ ആ ഫുട്ടേജിൽ നിന്നും കേസ് അന്വേഷണത്തെ സഹായിക്കുന്ന ഒരു വിവരവും ലഭിച്ചില്ല. 55 ദിവസങ്ങൾക്ക് ശേഷം 1996 ഓഗസ്റ്റ് 3 ക്ലാർമണ്ട് സിറ്റിയിൽ നിന്നും 40 കിലോമീറ്റർ മാറി കാട് പിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശത്തു നിന്നും അഴുകിയ നിലയിലുള്ള ഒരു മനുഷ്യ ശരീരം കണ്ട് പ്രദേശവാസികൾ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ അതൊരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണെന്നും നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്നും തിരിച്ചറിഞ്ഞു. കാരണം ആ ഡെഡ് ബോഡിയുടെ കഴുത്തിൽ കുത്തിയിറക്കിയ നിലയിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഡെഡ് ബോഡി ഡീകമ്പോസ് ആയിട്ടുണ്ട്. DNA ടെസ്റ്റ് നടത്തിയതോടെയാണ് 1996 ജൂൺ 9 കാണാതായ ജെയിൻ റിമ്മറാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞത്. പക്ഷേ ഡെഡ് ബോഡിയിൽ നിന്നോ മർഡർ വെപ്പണിൽ നിന്നോ കില്ലറിനെതിരായ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പോലീസുകാരെ നിരാശരാക്കി. ജെയിൻ റിമ്മറിന്റെ കില്ലർ തന്നെയായിരിക്കും സാറയുടെ കിഡ്നാപ്പിംഗിന് പിന്നിലുള്ളത് എന്ന് പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കില്ലറിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നതിനായി മാക്രോ എന്ന പേരിൽ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് ഓസ്ട്രേലിയൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതേസമയം ക്ലാർമണ്ടിലെ ജനങ്ങൾക്കിടയിൽ ഭീതി പടർന്നു. നൈറ്റ് പാർട്ടികളിൽ പങ്കെടുക്കാൻ തന്നെ പെൺകുട്ടികൾക്ക് ഭയമായി തുടങ്ങി. ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടും കില്ലറിലേക്ക് എത്താൻ കഴിയാത്തത് പോലീസുകാരുടെയും ആശങ്ക വർദ്ധിപ്പിച്ചു. ആദ്യം കാണാതായ സാറ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത സാഹചര്യം. വീണ്ടും മാസങ്ങൾ കടന്നുപോയതോടെ ജനങ്ങൾക്കിടയിലെ ഭയം കുറഞ്ഞു വന്നു. നൈറ്റ് പാർട്ടികൾ സജീവമായി. 1997 മാർച്ച് 15 അന്ന് രാത്രി 12:30 ക്ലാർമണ്ട് സിറ്റിയിൽ നിന്നും 27 വയസ്സുള്ള സിയാറ ഗ്ലെനൻ എന്ന അഡ്വക്കേറ്റിനെ കാണാതായി. സിയറ രാത്രി 12:30 കോണ്ടിനെന്റൽ ഹോട്ടലിന് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ അവളുടെ അടുത്ത് ഒരു കാർ വന്നു നിൽക്കുന്നതും ആ കാറിനകത്തുള്ള വ്യക്തിയോട് സിയറ സംസാരിക്കുന്നതും കണ്ടവരുണ്ട്. അതിനുശേഷമാണ് അവളെ കാണാതായത്. വിവരം ലഭിച്ചയുടനെ തന്നെ പോലീസ് തിരച്ചിലിനിറങ്ങി. കാരണം ക്ലാർമണ്ടിലെ നൈറ്റ് ക്ലബിന്റെ പരിസരത്ത് വെച്ച് കാണാതാവുന്ന 3ാമത്തെ വ്യക്തിയാണ് സിയറ. അതിലൊരാളുടെ ഡെഡ് ബോഡി ലഭിക്കുകയും ചെയ്തു. എന്നിട്ടും പ്രതിയെ പിടിക്കാൻ കഴിയാത്തതിൽ പോലീസിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാണ്. എന്നാൽ എത്ര തന്നെ തിരഞ്ഞിട്ടും സിയറയെ കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല. 19 ദിവസങ്ങൾക്ക് ശേഷം 1997 ഏപ്രിൽ 3 ക്ലാർമണ്ട് സിറ്റിയിൽ നിന്നും 40 കിലോമീറ്റർ മാറിയുള്ള കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്തു നിന്നും സിയറയുടെ ഡെഡ് ബോഡി കണ്ടെത്തി. പോലീസ് ക്രൈം സീനിലെത്തി നടത്തിയ പരിശോധനയിലാണ് മരിച്ചിരിക്കുന്നത് സിയറ തന്നെയാണെന്ന് കൺഫേം ചെയ്തത്. പോസ്റ്റ്മോർട്ടം നടത്തിയതോടെ സിയറ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നും കഴുത്തറുത്താണ് അവളെ കൊന്നിരിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. സിയറയുടെ ദേഹത്ത് ധാരാളം ഡിഫെൻസീവ് വൂണ്ട്സ് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കില്ലറിന്റെ അക്രമം അവൾ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. പക്ഷേ അവൾ അതിൽ പരാജയപ്പെട്ടു. എന്നിരുന്നാലും പ്രതിയെ കൊടുക്കാനുള്ള ഒരു തെളിവ് അവൾ ബാക്കി വെച്ചിരുന്നു. കില്ലറുമായുള്ള മൽപ്പിടുത്തത്തിനിടയിൽ അയാളുടെ സ്കിൻ സെല്ലുകൾ സിയറയുടെ നഖങ്ങൾക്കിടയിൽ കുടുങ്ങിയിട്ടുണ്ട്. ആ തെളിവിൽ നിന്നും ഫോറൻസിക് ടീം കില്ലറിന്റെ DNA കണ്ടെത്തി. എന്നാൽ ആ DNA ഓസ്ട്രേലിയൻ പോലീസിന്റെ DNA ഡാറ്റാബേസിലുള്ള ഒരു ക്രിമിനലിന്റെ DNAയുമായും മാച്ച് ആയില്ല. ക്ലാർമണ്ടിലെ നൈറ്റ് ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച് സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോയി കൊല്ലുന്നത് ഒരു സീരിയൽ കില്ലറാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ആ വാർത്ത ഓസ്ട്രേലിയ മുഴുവൻ കാട്ടുതീ പോലെ പടർന്നു. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കേസിൽ നേരിട്ടിടപെട്ട് പൊതുജനങ്ങൾക്കായി ചില അനൗൺസ്മെന്റുകൾ നടത്തി. കില്ലറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് $2,50,000 നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നിട്ടും കാര്യമായ ഒരു ലീഡും കേസിലുണ്ടായില്ല. ഇതോടെ പോലീസ് മറ്റുള്ള സാധ്യതകൾ ഓരോന്നായി പരിശോധിക്കുന്നു. അങ്ങനെയാണ് ക്ലാർമണ്ടിലെ ടാക്സി ഡ്രൈവേഴ്സിന് നേരെ കേസന്വേഷണം തിരിഞ്ഞത്. കാരണം ആ 3 സ്ത്രീകളും രാത്രി ടാക്സിക്കായി കാത്തു നിൽക്കുമ്പോഴാണ് കാണാതായത്. ഇതോടെ ക്ലാർമണ്ടിലെ എല്ലാ ടാക്സി ഡ്രൈവേഴ്സും പോലീസ് നിരീക്ഷണത്തിലായി. 1000-ലധികം ടാക്സി ഡ്രൈവേഴ്സിനെ നിരീക്ഷിച്ചതിൽ ക്രിമിനൽ ഹിസ്റ്ററിയുള്ള 78ഓളം പേരെ കണ്ടെത്തി. അവരുടെയെല്ലാം DNA സാമ്പിൾ പോലീസ് കളക്ട് ചെയ്തു. എന്നാൽ അതിലാരുടെയും DNA കില്ലറിന്റെ DNAയുമായി മാച്ച് ആയില്ല.
കില്ലറിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന ഉദ്ദേശത്തോടെ ടാസ്ക് ഫോഴ്സിലെ അംഗങ്ങളുടെ എണ്ണം 100 വർദ്ധിപ്പിച്ചു. അവരെ 10 പേരടങ്ങുന്ന 10 ടീമുകളായി തിരിച്ച് അന്വേഷണം നടത്താൻ നിയോഗിച്ചു. കേസന്വേഷണം ചൂടുപിടിച്ചതോടെ ക്ലാർമണ്ട് സിറ്റിയിൽ കിഡ്നാപ്പിംഗ് ഒന്നും നടക്കാതായി. പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ കില്ലർ പിന്മാറിയതാവാം. എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ നടത്തിയ അന്വേഷണത്തിൽ 110ലധികം പേർ പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ലാൻസ് വില്യംസ്. നൈറ്റ് ക്ലബ്ബുകളിൽ നിന്നും പല സ്ത്രീകളെയും പരിചയപ്പെടുകയും അവരോടെല്ലാം സ്ഥിരമായി ലൈംഗിക താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു വന്നിരുന്ന വ്യക്തിയായിരുന്നു 41 വയസ്സുള്ള ലാൻസ് വില്യംസ്. ഇതിനായി രാത്രി മുഴുവൻ ഉറങ്ങാതെ നൈറ്റ് ക്ലബ്ബുകൾ കയറിയിറങ്ങുന്ന പതിവ് ലാൻസ് വില്യംസിനുണ്ട്. ഇതോടെയാണ് ഇയാൾ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ലാൻസ് വില്യംസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്ന് ലാൻസ് തുറന്നു സമ്മതിച്ചെങ്കിലും കൊലപാതകങ്ങൾ നടത്തിയത് മാത്രം നിഷേധിച്ചു. തന്നോട് താല്പര്യം കാണിക്കുന്ന സ്ത്രീകളുമായി മാത്രമേ ഞാൻ ബന്ധപ്പെടാറുള്ളൂ, അതിനായി കൊലപാതകങ്ങൾ നടത്താനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നായിരുന്നു ലാൻസിന്റെ വെളിപ്പെടുത്തൽ. ലാൻസിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാതിരുന്ന പോലീസ് അയാളുടെ DNA സാമ്പിൾ കളക്ട് ചെയ്ത് കില്ലറിന്റെ DNAയുമായി മാച്ച് ചെയ്ത് നോക്കിയതോടെയാണ് കില്ലർ ലാൻസ് അല്ല എന്നുള്ള കാര്യം വ്യക്തമായത്. ഇതോടെ ലാൻസിനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി. നിരവധി ലൈംഗികാതിക്രമ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള മാർക്ക് ഡിക്സി എന്ന വ്യക്തിയായിരുന്നു സസ്പെക്ട് ലിസ്റ്റിലെ പ്രധാനികളിൽ അടുത്ത വ്യക്തി. കാരണം ക്ലാർമണ്ട് സിറ്റിയിൽ തന്നെയാണ് മാർക്ക് ഡിക്സി താമസിക്കുന്നത്. ആദ്യത്തെ 2 കിഡ്നാപ്പിംഗ് നടക്കുമ്പോഴും ആ നൈറ്റ് ക്ലബിൽ മാർക്ക് ഡിക്സിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്നാൽ അവന്റെ DNAയും കില്ലറിന്റെ DNAയുമായി മാച്ചായില്ല. 110ഓളം പേരടങ്ങുന്ന സസ്പെക്ട് ലിസ്റ്റിലെ എല്ലാവരെയും പോലീസ് മാറി മാറി ചോദ്യം ചെയ്തെങ്കിലും കേസിൽ പങ്കുള്ള ഒരാളെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വർഷങ്ങൾ കടന്നുപോയതല്ലാതെ പ്രതി മാത്രം പിടിയിലായില്ല. പതിയെ ഇതൊരു കോൾഡ് കേസായി മാറി. തേർഡ് വിക്ടിമായ സിയറയ്ക്ക് ശേഷം അത്തരത്തിലുള്ള ഒരു കിഡ്നാപ്പിംഗും കൊലപാതകവും ക്ലാർമണ്ട് സിറ്റിയിൽ പിന്നീട് നടന്നില്ല. 20 വർഷങ്ങൾക്ക് ശേഷം 2016 ഈ കേസ് വീണ്ടും ചർച്ചാ വിഷയമായത്. 2016 ഡിസംബർ 22 ബ്രാഡ്ലി റോബർട്ട് എഡ്വേർഡ്സ് എന്നൊരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനടുത്ത ദിവസം തന്നെ പോലീസ് ഒരു പത്രസമ്മേളനം വിളിച്ച് 20 വർഷങ്ങൾക്ക് മുൻപ് ജെയിനിനെയും സിയറയെയും കൊലപ്പെടുത്തിയത് ബ്രാഡ്ലി എഡ്വേർഡ്സ് ആണെന്നുള്ള കാര്യവും പ്രതിയെ കണ്ടെത്തിയത് എങ്ങനെയാണെന്നുള്ള കാര്യവും ആ പത്രസമ്മേളനത്തിൽ വെച്ച് പോലീസ് വെളിപ്പെടുത്തി. കഴിഞ്ഞ 20 വർഷമായി ഓസ്ട്രേലിയൻ പോലീസ് ഈ കേസിന് പുറകിൽ തന്നെയായിരുന്നു. ആദ്യത്തെ കുറെ വർഷം സസ്പെക്ട്സിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരുന്നു നടന്നത്. ഇത് ഗുണം ചെയ്യുന്നില്ല എന്ന് തോന്നിയതോടെയാണ് മറ്റുള്ള രീതികൾ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. ക്ലാർമണ്ട് സിറ്റിയിൽ നിന്നും സ്ത്രീകളെ കാണാതാവാൻ തുടങ്ങിയത് 1996 മുതലാണ്. അതിനു മുൻപുള്ള വർഷങ്ങളിൽ നടന്നിട്ടുള്ള ക്രൈമുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള ക്രൈംസ്, അതിലെ പ്രതികൾ, മുൻകാലങ്ങളിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ളവർ, അങ്ങനെയുള്ളവരെ ഉൾപ്പെടുത്തി ഒരു വലിയ ലിസ്റ്റ് തന്നെ പോലീസ് തയ്യാറാക്കി. അതിനുശേഷം അതിലെ ഓരോരുത്തരെയായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് 1988 ഒരു കേസിലെ പ്രതിയായിരുന്ന ബ്രാഡ്ലി എഡ്വേർഡ്സിന്റെ പേര് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 1988 ഫെബ്രുവരി 15 ഒരു വീട് തകർത്ത് 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കേസിലാണ് ബ്രാഡ്ലി ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം 1990 മെയ് 7 ഒരു ഹോസ്പിറ്റലിൽ വെച്ച് അവിടെയുള്ള സോഷ്യൽ വർക്കറിന് നേരെ ലൈംഗികാതിക്രമം നടത്തി. പിന്നീട് 1995 ഫെബ്രുവരി 12 ഒരു 17 വയസ്സുകാരിയോട് മോശമായി പെരുമാറി. എന്നാൽ 1995 ശേഷം പിന്നീട് ഒരു കേസിൽ പോലും ബ്രാഡ്ലി ഉൾപ്പെട്ടിട്ടില്ല. കേസന്വേഷണത്തിന്റെ തുടക്കത്തിൽ ബ്രാഡ്ലി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ഈ കേസ് ഇത്രയും നീണ്ടുപോവാൻ കാരണം. അതുമാത്രമല്ല, 1995 ശേഷം വിവാഹമെല്ലാം കഴിച്ച് ഒരു ഹോസ്പിറ്റലിൽ ടെക്നീഷ്യനായി ജോലി ചെയ്ത് സാധാരണക്കാരനായിട്ടായിരുന്നു അയാൾ ജീവിച്ചു വന്നിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം പഴയ ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതികളായവരെ പോലീസ് നിരീക്ഷിച്ചു വന്നതോടെയാണ് ബ്രാഡ്ലി പിടിയിലായത്. അതിന് കാരണം 1988 റേപ്പ് കേസാണ്. ആ കേസിൽ വിക്ടിമിന്റെ ബെഡിൽ നിന്നും ബ്രാഡ്ലിയുടെ സീമൻ അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരുന്നു. അതായിരുന്നു ആ കേസിലെ പ്രധാന തെളിവ്. വർഷങ്ങൾക്കിപ്പുറം ആ തെളിവിൽ നിന്നും പോലീസ് DNA കണ്ടെത്തുകയും ആ DNA ക്ലാർമണ്ട് സീരിയൽ കില്ലറിന്റെ DNAയുമായി മാച്ച് ചെയ്ത് നോക്കുകയും ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന ആ സത്യം പുറത്തു വന്നത്. ഭാര്യയും 2 മക്കളുമെല്ലാമായി ക്ലാർമണ്ടിൽ ഒരു സാധാരണക്കാരനായി ജീവിച്ചു വന്നിരുന്ന 48 വയസ്സുകാരനായ ബ്രാഡ്ലി എഡ്വേർഡ്സ് തന്നെയാണ് ക്ലാർമണ്ട് സീരിയൽ കില്ലർ എന്നുള്ളതായിരുന്നു ആ സത്യം. ഇതോടെയാണ് 2016 ഡിസംബർ 22 ബ്രാഡ്ലി എഡ്വേർഡ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്നങ്ങോട്ട് കോടതിയിൽ നീണ്ടകാലത്തെ ഒരു വിചാരണയാണ് നടന്നത്. 2020 വരെ കേസിലെ വിചാരണ നീണ്ടുപോയി.
ഒടുവിൽ ജെയിനിന്റെയും സിയറയുടെയും കൊലപാതകത്തിന് പിന്നിൽ ബ്രാഡ്ലി എഡ്വേർഡ്സ് തന്നെയാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യം കാണാതായ സാറയുടെ ഡെഡ് ബോഡി പോലും ഇന്നേ വരെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ആ കേസ് ബ്രാഡ്ലിയുടെ മേൽ ചാർജ് ചെയ്യാൻ കഴിഞ്ഞില്ല. സാറയെ എന്തു ചെയ്തു എന്ന് വെളിപ്പെടുത്താൻ ബ്രാഡ്ലിയും തയ്യാറായില്ല. 24 വർഷങ്ങൾക്ക് ശേഷം കേസിലെ വിധി വന്നു. ലൈംഗിക താൽപര്യത്തിനു വേണ്ടി മാത്രം 2 സ്ത്രീകളുടെ ജീവനെടുത്ത ബ്രാഡ്ലി എഡ്വേർഡ്സിന് ജീവപര്യന്തം തടവാണ് ശിക്ഷയായി വിധിച്ചത്. 40 വർഷത്തിനു ശേഷം മാത്രമേ പരോളിന് പോലും അപേക്ഷിക്കാൻ കഴിയൂ. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ. ഇന്ത്യൻ ക്രൈം സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് 2.0 സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്.